അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മൾ ഡിബേറ്റ് നടക്കാനിരിക്കുന്നത്. ആധുനിക ഫെമിനിസം ഇസ്ലാമിൻ്റെ ഐഡിയോളജിയുമായി പൊരുത്തപ്പെടുന്നതാണോ? ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ ഫെമിനിസം അത് ദുർബലപ്പെടുത്തുന്നുണ്ടോ? ആശയങ്ങൾക്ക് എന്തെങ്കിലും ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടോ? ആധുനിക ഫെമിനിസം, സ്വാഭാവികമായിട്ടും ഫെമിനിസത്തിൻ്റെ ചരിത്രം, അതിൻ്റെ തുടക്കം, പശ്ചാത്തലം, മറ്റു കാര്യങ്ങൾ, അത് എത്രത്തോളം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്? ആധുനിക ഫെമിനിസം എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ സമൂഹത്തിൽ അവൾ വഹിക്കുന്ന ഒരുപാട് റോളുകൾ, മകളായിട്ടും അമ്മയായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ അവൾ വഹിക്കുന്ന റോളുകൾ, അതൊരു നിയന്ത്രണമായിട്ട് കാണുമ്പോഴാണ് ഫെമിനിസം ഒരു പ്രത്യയശാസ്ത്രമായിട്ട് രൂപപ്പെടുന്നത്. മറിച്ച് എല്ലാ സമൂഹത്തിലും സ്ത്രീയും പുരുഷനും അവർ വഹിക്കുന്ന ചിന്തകളും അവർ വഹിക്കുന്ന റോളുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ചർച്ച പ്രസക്തമാകുന്നത് അവർ അനുഭവിക്കുന്ന നീതികേടുകൾക്ക് അതിൻ്റെ ആ ഒരു ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഫെമിനിസം ഉയർന്നു വന്നത്. അതല്ല, അതിനൊക്കെ അപ്പുറത്ത് ഇസ്ലാമിനെ തന്നെ പൊളിച്ചെടുക്കുന്ന, അതിൻ്റെ സ്കോളർഷിപ്പിനെയും പ്രവാചകരെയും മതത്തെയും അവസാനം ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു ഇസ്ലാമിന് തുല്യമായ, അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ട് രൂപപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചർച്ച മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുന്നില്ല എന്ന് വാദിക്കുന്നവർ ഈ വിഭാഗം ആളുകളാണ്. സിനാൻ തങ്ങൾ, ഷഫീഖ്, മർസൂഖ്. അതുപോലെ ദുർബലമാക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നവരാണ് ലെഫ്റ്റ് സൈഡിലുള്ളവർ, സഫ്വാൻ, സാലിഹ്, റിഷാദ്. അപ്പോൾ നമ്മൾ ഡിബേറ്റിൻ്റെ ഒരു രൂപം ചുരുങ്ങിയ രൂപത്തിൽ പറയാണ്. ഒരു ആദ്യത്തെ 2 മിനിറ്റ് വീതം ഓരോരുത്തരും അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കുക. അതിനുശേഷം പിന്നെ ഓപ്പൺ ഡിഫൻസാണ്, ഡിബേറ്റാണ്. ആ സമയത്ത് പരമാവധി എല്ലാവരും ഓപ്പണായിട്ട് ആ വിഷയത്തിൽ ഇടപെടുക. ലാസ്റ്റ് ഒരു 1 to 1:15 അത്ര മിനിറ്റ് എല്ലാവർക്കും കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു സമയം തരും. എല്ലാവരെയും ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന വാദക്കാർ അവർ ചർച്ച തുടങ്ങാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആധുനിക ഫെമിനിസം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ തീർച്ചയായും ബാധിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, പാശ്ചാത്യ ചിന്തകളിൽ നിന്നും, അതായത് ഇസ്ലാമേതര രാജ്യങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ഒന്നാണ് എന്ത്? ആധുനിക ഫെമിനിസം. ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്, അതായത് പുരുഷ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ടുപോരുന്ന കുടുംബങ്ങളെ പുരുഷന്മാരുടെ കേന്ദ്രീകത അടിസ്ഥാനമാക്കി നടന്നു പോകുന്ന കുടുംബങ്ങളെ സ്ത്രീയുടെ നേതൃത്വത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. ആധുനിക ഫെമിനിസം നമുക്ക് മനസ്സിലാവും. ആധുനിക ഫെമിനിസം കൂടുതലായിട്ട് സ്ത്രീകൾക്ക്, ഇപ്പോൾ നമ്മുടെ ഇസ്ലാം ഒരു സ്ത്രീക്ക് എന്താണ് നൽകുന്നത് അത് അതിൻ്റെതായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക ഫെമിനിസം പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചുകൊണ്ട് അവർക്ക് പുരുഷന് എന്താണ് നൽകുന്നത് അത് കൂടുതലായും സ്ത്രീകൾക്കും നൽകണമെന്നുള്ളതാണ് ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഖുർആനിൽ കാണാൻ സാധിക്കും, അർറിജാലു ഖവ്വാമുന അലൻ നിസാ, അതായത് അർറിജാലു ഖവ്വാമുന അലൻ നിസാ, അതായത് സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവനാണ്. അതായത് ഈ ഒരു ഖുർആനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആയത്തുമായിട്ട് വളരെയധികം ഡിഫറൻറ്റിലാണ് ആധുനിക ഫെമിനിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. കാരണം ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീയാണ് ഉയർന്നു നിൽക്കേണ്ടത്, സ്ത്രീയുടെ കാഴ്ചപ്പാടാണ് ഉയർന്നു നിൽക്കേണ്ടത്, സ്ത്രീക്ക് സമൂഹത്തിൽ കൂടുതൽ പരിഗണന നൽകേണ്ടത്. ഒരിക്കലും സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ കാലിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അടിമത്തം സ്വീകരിച്ച് നിൽക്കേണ്ടവരല്ല എന്ന രീതിയിലാണ് ആധുനിക ഫെമിനിസം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതുപോലെ നമ്മളെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ പുരുഷാധിപത്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ
റാഷിദ തുലൈബ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്ന ഹി എന്നുള്ളത് അത് ഹി അല്ല, അത് ഷി എന്ന രീതിയിലാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരെ ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ നാം നമ്മുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല വ്യക്തികളും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വരും ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആധുനിക ഫെമിനിസം ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടോ എന്നുള്ള പേര് തന്നെ ഒരർത്ഥത്തിൽ അനർത്ഥമായിട്ടുള്ള ഒന്നാണ്. കാരണം ഫെമിനിസം എന്നത് തന്നെ ആ ഒരു ഐഡിയോളജി വന്നത് തന്നെ മതങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രാസ്ഥാനികപരമായിട്ടുള്ള നീക്കമായിട്ടാണ്. കാരണം ഫെമിനിസത്തിൻ്റെ ആവിർഭാവം ഇവിടെ സുഹൃത്ത് സംസാരിച്ചു. ഒരു മത മേധാവിത്വം വാണിരുന്ന ഒരു കാലത്ത് അത് രൂപപ്പെട്ടു വന്നു. പിന്നീട് അതിൻ്റെ പല വകഭേദങ്ങളുമായിട്ട് അത് ഉൾത്തിരിഞ്ഞ് മാറി പല രീതിയിലേക്കും പല സ്വഭാവത്തിലേക്കും അത് രൂപാന്തരപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നിങ്ങനെ പോയിട്ട് ഈ ആധുനികപരമായിട്ട് അതിൻ്റെ റിഫോർമേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള ഒരുപാട് സമീപനങ്ങളും രീതികളും മാത്രമല്ല ഇസ്ലാമിക മൂല്യങ്ങളെ പോലും കലിമത്തു തൗഹീദിനെ പോലും വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പോലും നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു വാദങ്ങളുമായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ അതിൻ്റെ പല വകഭേദങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാറ്റഗറിയിൽ പെട്ടുന്ന ഒന്ന്, അത് ലിബറൽ ഫെമിനിസം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ലിബറലിസം അത് എത്രത്തോളം മതങ്ങളെ വിഴുങ്ങുന്നു അല്ലെങ്കിൽ മതങ്ങളെ അത് മാറ്റിത്തിരുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വ്യക്തമായിട്ടും ഇസ്ലാമിൻ്റെ ചെറിയ മൂല്യങ്ങളെ മാത്രമല്ല, അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മൂല്യമായിട്ടുള്ള തൗഹീദിനെ പോലും അത് വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്ന രീതിയിൽ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി വാദങ്ങൾ വരും ചർച്ചകളിൽ തുടരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആധുനിക ഫെമിനിസം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായുള്ള സ്വാതന്ത്ര്യം, അവകാശം എന്നിവ അവർക്ക് പൂർണ്ണമായി നൽകുക എന്നുള്ളതാണ് ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഇസ്ലാമിൽ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആധുനിക ഫെമിനിസം പറയുന്നത് അവരുടെ ജെൻഡറിൻ്റെ വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു സ്ത്രീക്കും അവരുടേതായ ഇച്ഛ അനുസരിച്ച് അവരുടെ ജെൻഡർ അവരുടെ ഇച്ഛക്കനുസരിച്ച് മാറ്റാം എന്നാണ് ആധുനിക ഫെമിനിസത്തിൽ പറയുന്നത്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ജെൻഡർ മാറ്റാമെന്ന് ഇച്ഛ അനുസരിച്ച് മാറ്റാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് സാധിക്കില്ല. കാരണം ഇസ്ലാം അത് പൂർണ്ണമായും വിലക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഹിജാബിൻ്റെ വിഷയം. ആധുനിക ഫെമിനിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഹിജാബ് വേണമെങ്കിൽ ധരിക്കാം, അതല്ല ഇനി ഹിജാബ് ധരിക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഹിജാബ് ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിച്ചിരിക്കണം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ ഹിജാബ് ധരിച്ചിരിക്കണമെന്ന് ഇസ്ലാമിക പറയുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആധുനിക ഫെമിനിസം ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുന്നുണ്ട് എന്നാണ്. ഇനി വരും സംവാദങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഫെമിനിസം ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ദുർബലപ്പെടുത്തുന്നില്ല എന്ന രീതിയിലാണ്. നമുക്കറിയാം കാലാന്തരം ഒരു സമൂഹത്തിലെ ഒരു വിഭാഗത്തെ ആളുകളെ പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടുകയും
ആ സമൂഹം അവരുടെ ശബ്ദം സമൂഹത്തിലേക്ക് ഉച്ച ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വലിയ സമൂഹമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കേണ്ടതായ പ്രത്യേകമായ അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ടതായ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം ചോദിച്ച് അറിഞ്ഞുകൊണ്ട് അവർ ഒരു സമൂഹത്തിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഫെമിനിസം എന്നുള്ളത്. കാലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും മാറി എന്നുള്ളതാണ്. അതിന് ഫെമിനിസം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന പ്രാഥമിക ആവശ്യങ്ങളോ ഉദ്ദേശങ്ങളോ അല്ല ഒരു ഫെമിനിസം മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആധുനിക ഫെമിനിസത്തിലേക്ക് മാറുമ്പോൾ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവർക്ക് നൽകേണ്ട ആവശ്യങ്ങൾ, അവകാശങ്ങൾ, സ്വാതന്ത്ര്യം എല്ലാം തന്നെ അതും ഇസ്ലാം മതത്തോട് യോജിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ളതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം കടന്നു വരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്, നമുക്കറിയാം സൂറത്ത് അൻഹാലിലൊക്കെ പറയുന്ന പോലെ 58, 59 പറയുന്ന പോലെ ഒരു കുഞ്ഞ് പിറന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉള്ള ആളുകളുടെ മുഖം കറുത്തു പോവുകയും അവർ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു അത്രയും സ്ത്രീ സമൂഹത്തെ വെറുക്കപ്പെട്ട സമൂഹത്തിലേക്ക് ആ സമൂഹത്തെ പിന്നെ ഇസ്ലാം കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒരു 3 കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മ ആ സ്വർഗത്തിലേക്കാണെന്നും ഒരു ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിലൂടെ ആ യുവാവിൻ്റെ പകുതി ദീന് കിട്ടിയെന്ന് പറയുമ്പോൾ, ഒരു മാതാവിൻ്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് പറയുമ്പോൾ, ഇതാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കുണ്ട് എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ആ ഒരു മതം വളർന്നു വരുന്നത്. അത്ര സമൂഹത്തിൽ നിന്നാണ്. പിന്നീട് ആ സമൂഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ കൂടെ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ ഒരു അവകാശം ആണ് ഉന്നയിക്കുന്ന നല്ല മതമാണെന്ന് യോജിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അപ്പോൾ തീർത്തും എനിക്ക് ഇതിൽ എൻ്റെ വിലയിരുത്താനുള്ളത്, എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇത് ഇസ്ലാമികമായി ഇത് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്നത്, മോഡേൺ ഫെമിനിസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد. മോഡേൺ ഫെമിനിസം ഇസ്ലാമിക വീക്ഷണങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ? ആദ്യം തന്നെ വ്യക്തമാക്കാൻ ദുർബലപ്പെടുത്തുന്നില്ല. കാരണം രണ്ടും ആദ്യം ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഫെമിനിസം എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾ ഒരു സമൂഹത്തിൽ, അത് ഇസ്ലാമിക സമൂഹത്തിലല്ല മറ്റ് ഇസ്ലാമേതര സെക്കുലർ സമൂഹങ്ങളിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു പ്രസ്ഥാനം വേണമെന്നും അവരുടെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു സമൂഹമാണ് ഫെമിനിസ്റ്റ് എന്ന സമൂഹം. പിന്നീട് കാലത്തിൻ്റെ പോക്കനുസരിച്ച്, കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഐഡിയോളജികളിൽ ചെറിയ ചെറിയ രീതികളിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് മോഡേൺ ഫെമിനിസത്തിലേക്ക് ഫെമിനിസം ആ ഒരു വലിയൊരു കുട വന്ന് എത്തുന്നത്. അപ്പോൾ മോഡേൺ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് ഇന്റർസെക്ഷനാലിറ്റി, അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി, എക്കോണമിക്കൽ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള 6-10 ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇസ്ലാം ഒരിക്കലും ഈ ഒരു ആശയങ്ങളെയും ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഇസ്ലാമിനെ ഈ ഒരു ആശയങ്ങളൊന്നും ഒരു രീതിയിലും മോശമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ അത് പറയാനുള്ള കാരണം, ഇസ്ലാം എന്ന മതം വരുന്ന ആ ഒരു അടിസ്ഥാനം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു സമൂഹത്തിൽ വളരെ മൃഗീയമായിട്ട് വേട്ടയാടപ്പെടുന്ന, മാർജിനലൈസ്ഡ് ആക്കി നിർത്തപ്പെടുന്ന സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടാണ് ആ അറബ് സമൂഹത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. അവിടെ നമുക്ക് ഇസ്ലാം വന്ന പശ്ചാത്തലവും ഫെമിനിസം വന്ന പശ്ചാത്തലവും എല്ലാം കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സിമിലാരിറ്റീസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ മാത്രം അവസാനിക്കുന്നില്ല. ഖുർആനിക വാക്യങ്ങളും ഖുർആനിക സൂക്തങ്ങളും എല്ലാം കൃത്യമായിട്ട് ഫെമിനിസ്റ്റ് ഐഡിയോളജികളോട് യോജിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ വരുന്ന ഓപ്പൺ ഡിസ്കഷനിൽ കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനിക ഫെമിനിസം ഒരിക്കലും ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്നില്ല. കാരണം ഫെമിനിസ്റ്റ് ആശയത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പാട്രിയാർക്കൽ സിസ്റ്റത്തിനെ എതിർത്തുകൊണ്ടാണ് ഫെമിനിസ്റ്റ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് തന്നെ പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കാണാം, അൽ ജന്നത്തു തഖ്ത അഖ്ദാമുൽ ഉമ്മാത്ത്, ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്നാണ് ഹദീസ് കാണാൻ സാധിക്കുന്നത്. അതായത് അതിലൊരിക്കലും ഉപ്പയുടെ കാലിൻ്റെ അടിയിൽ എന്ന് അല്ല പറയുന്നത്. അതായത് ഇസ്ലാം ഒരിക്കലും സ്ത്രീക്ക് തുല്യത കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നതിലൂടെ തന്നെയാണ്. സ്ത്രീയെ അടിച്ചമർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഒരു സ്ത്രീ വീട്ടിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടതാണെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഇതിലേക്കാണ് ഫെമിനിസം കടന്നു വരുന്നത്. സ്ത്രീക്ക്
തുല്യമായ ഈക്വാലിറ്റി കൊടുക്കണം. അതായത് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരെ എവിടെ മുമ്പോട്ട് നമുക്ക് തന്നെ പ്രവാചകന്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം. പല സ്ഥലങ്ങളിലും ഖദീജ ബീബി ആണെങ്കിൽ കച്ചവട രംഗത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേമാതിരി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആണെങ്കിൽ നമുക്ക് ഇൽമിന്റെ മേഖലയിൽ മുന്നോട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു ആൾ ഇരിക്കുമ്പോൾ പ്രവാചകന്റെ അടുത്ത് ഇരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരു മകൻ വന്നു. ആ മകനെ ആ പിതാവ് ചുംബിക്കുകയും മടിയിലിരുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പിതാവിന്റെ മകള് വരികയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. അപ്പോൾ തന്നെയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് സഹീഹ് മുസ്ലിമിൽ 246 ഹദീസ് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വാതിലു ബൈന ഔലാദിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക. നിനക്ക് രണ്ടുപേരോടും നീതി കാണിച്ചൂടെ എന്നാണ് പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ഫെമിനിസം ആശയം. ഫെമിനിസത്തിന്റെ കൃത്യമായ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ വിഭാഗത്തെയും സംവാദകർ അവരുടെ സ്റ്റാൻഡ് 2 മിനിറ്റിൽ ചുരുങ്ങിയ രൂപത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ഡിബേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ഒതൻറ്റിക്കായിട്ട് തെളിവുകളോടുകൂടെ ഓരോരുത്തരും അവരുടെ ഭാഗം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പം അതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ സംസാരം തുടങ്ങിയത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് ഈ ഓപ്പൺ ഡിബേറ്റ് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്നുള്ള നമ്മുടെ ഇസ്ലാമും ഫെമിനിസവും ചർച്ച ചെയ്യുന്ന സമയത്ത് ഇസ്ലാം എന്നുള്ള മതം വളരെ പഴക്കമുള്ളൊരു മതമാണ്. പഴക്കം എന്ന് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ കാലം മുതൽ പിന്നെ ഒരു നീണ്ട കാലത്തിന് ശേഷം നിയമങ്ങൾ പല രീതിയിൽ പല ആളുകളിലൂടെ കടന്നു വന്നിട്ടാണ് ഇസ്ലാം ഇന്നുള്ള രൂപത്തിൽ നാം കാണുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായിട്ട് ഒരു മൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹികമായ ചില മൂല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് ഈ സാമൂഹിക മൂല്യങ്ങളെ ഇസ്ലാമിക മൂല്യങ്ങളായി തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നിട്ട് ഈ സാമൂഹിക മൂല്യങ്ങളെ എതിർക്കുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ എതിർക്കലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക സ്രോതസ്സുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നൽകിയിട്ടുള്ള പദവി. പുരുഷന്മാർക്കും പദവി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പദവി നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സവ്വൂ ബൈന ഔലാദിക്കും വഇൻ കുൻതും മുഫദ്ദിലൻ ലഫദ്ദൽതു നിസാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നത് ഞാൻ എന്തെങ്കിലും രീതിയിൽ ശ്രേഷ്ഠത ഒരു രീതിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ അത് സ്ത്രീകൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി അവിടെ പറയുന്നുണ്ട്. ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യം എന്നുള്ളത് സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത്, അല്ലാതെ പുരുഷനോ സ്ത്രീയോ എന്നീ നിലക്ക് ഒരു വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലും എന്ത് വരുന്നില്ല, ഇസ്ലാമിൽ വ്യത്യാസം വരുന്നില്ല എന്ന ആ രീതിയിലാണ് ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോളിസി ആയിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാം ഇങ്ങനെ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു രീതിയിലും ഫെമിനിസ്റ്റുകൾ എന്ന നിലക്ക് ആവശ്യപ്പെടുന്ന ഫെമിനിസ്റ്റ് ഐഡിയോളജി, പ്രത്യേകിച്ച് മോഡേൺ ഫെമിനിസ്റ്റുകൾ ആവശ്യപ്പെടുന്ന ഐഡിയോളജികളെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എല്ലാ രീതിയിലും വ്യത്യസ്തമായ തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടാണ് അത്തരം ഒരു വാദം ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ വാദം. ഇവിടെ സുഹൃത്ത് ചോദിച്ച ചോദ്യം എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്നുള്ളത് സാമൂഹികപരമായിട്ടുള്ളത് ഫെമിനിസം വേറെയും
ഇസ്ലാമിക അതുപോലെ തന്നെ ഇസ്ലാം മതപരമായിട്ട് അനുശാസിക്കുന്ന കാര്യങ്ങൾ വേറെയും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സാമൂഹികപരമായിട്ട് ഒരു മുസ്ലിം കഴിയേണ്ടത് വേറെയും, അതുപോലെ തന്നെ മതപരമായിട്ട് കഴിയേണ്ടത് വേറെയും എന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ്. തീർത്തും അത് തെറ്റാണ്. കാരണം ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ളത് മനുഷ്യൻ്റെ നിഖില മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന രീതിയിലാണ്. അതായത് മനുഷ്യൻ്റെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും വൈവാഹികപരമായിട്ടും ആത്മീയപരമായിട്ടും എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പക്ഷേ ഫെമിനിസം എന്നുള്ളത് കേവലം ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സ് മാത്രമാണെങ്കിൽ പോലും അത് ഇസ്ലാമിൻ്റെ സാമൂഹികപരമായിട്ടുള്ള ചില മൂല്യങ്ങളെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചില സാമൂഹികപരമായിട്ട് നിലനിർത്തേണ്ട ചില നിയമങ്ങളെ തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് വാദം. ഇവിടെ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുത്ത് തുല്യരാണെന്നുള്ളത്. ശരിയാണ്, അതിനെ ആരും നിരാകരിക്കുന്നില്ല. പക്ഷേ സാമൂഹികപരമായിട്ട് ഹിർസി എന്ന് പറയുന്ന ഒരു സ്ത്രീ മോഡേൺ ഫെമിനിസ്റ്റിന്റെ ഒരു വക്താക്കളിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അവര് ആദ്യം അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഫെമിനിസത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ഒരു ഭാഗമായി, പിന്നീട് അത് ലിബറൽ ഫെമിനിസത്തിന്റെ ഭാഗമായി, ശേഷം ഇസ്ലാമിനെ തകർത്തെറിയുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു വാദമാണ് ഇസ്ലാമിന്റെ നീതി സങ്കല്പവും അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതി സങ്കല്പവും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ മോഡേൺ ഫെമിനിസത്തിന്റെ ഒരു വലിയ വാദമാണ് സ്ത്രീയുടേതായിട്ടുള്ള രീതിയിൽ ഒതുങ്ങി നിൽക്കുകയും സ്ത്രീക്ക് കൂടുതലായിട്ട് മുൻഗണന നൽകുന്ന ഒരു കാര്യത്തിൽ ഇടപെടുകയും വേണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഖുർആനിലൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീയെ ഇപ്പോൾ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീയെ ചരക്കുവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദുന്യ മത്താഉൻ വ ഖൈറു മത്താഉ ദുന്യ ഇംറഅത്തുൻ സ്വാലിഹത്തുൻ എന്നുള്ള രീതിയിലുള്ള ഹദീസുകളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് ഇസ്ലാമിലുണ്ടായിരിക്കെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫെമിനിസം, മോഡേൺ ഫെമിനിസം ഇസ്ലാമുമായിട്ട് സമരസപ്പെട്ടു പോവുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ഒന്നാമത് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണ എന്നുള്ള വിഷയം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞതിന് കൂടെ ഞാൻ വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി കൂട്ടാൻ, നിസാഉക്കും ഹർസുല്ലക്കും, അതെ ഇതുപോലത്തെ ആയത്തുകളൊക്കെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് എന്ന ഒരു രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ സ്ത്രീകളെ മോശപ്പെടുത്തുന്നുണ്ട് എന്നുള്ള നിലക്ക് വാദിക്കേണ്ടി വരുന്നത്. നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആന് ഹദീസ് പോലെയുള്ള ഇസ്ലാമിക സ്രോതസ്സുകൾ യഥാർത്ഥത്തിൽ കാലാടിസ്ഥാനത്തിനനുസരിച്ച് അനുസരിച്ച് ആ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത് വ്യക്തമായിട്ട് ഈ വിഷയങ്ങൾ ഖുർആനിക ഹദീസുകൾ, ഖുർആനിക ആയത്തുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ഇമാമിങ്ങളുടെ കാലാടിസ്ഥാനത്തിനനുസരിച്ച് ഫത്വകൾ മാറുന്നത്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ പറയപ്പെട്ട ഇപ്പോൾ മതാ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ മോശമാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു വാദം, ഈ വാദത്തിന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ അതിനും ഉദാഹരണമായിട്ട് ഞാനൊരു വേറൊരു ആയത്ത് വെച്ച് തരാം. നിസാഉക്കും ഹർസുല്ലക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ സ്ത്രീയെ ഒരു കർശന ഒരു ഫാം ഫീൽഡ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ സ്ത്രീയെ വളരെ നിന്ദ്യമാക്കുകയാണെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ സ്ത്രീ എന്നുള്ളത് ഒരു കുട്ടിയെ പൊതുവെ ഫാം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നട്ട് ഒരു വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതുപോലെ തന്നെ ഒരു സ്ത്രീയിലെ അത്തരം ഒരു ജസ്റ്റ് ഒരു മെറ്റഫോർ ഉപയോഗിച്ച് എന്നുള്ളത് മാത്രമാണ് മത്താ, അതുപോലെ ഹർസ് എന്നീ പോലത്തെ ഉപകരണങ്ങളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം വളരെ നീണ്ടൊരു കാലം വളരെ നീണ്ട ഒരു പണ്ഡിത സിൽസിലകൾക്ക് ശേഷം ഇങ്ങനെ കടന്നു വന്ന് പല രീതിയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യമായ ഖുർആന്, അതേ സമയത്ത് സ്വഹീഹായ ഹദീസുകൾ അതേപോലത്തതിലേക്ക് മടങ്ങി അതിനെ ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അതിനെ വിവർത്തനം ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഈ കാലത്ത് കാണുന്നത് പോലെ ആ കാലത്തുള്ള ആളുകൾക്ക് ഈ കാലത്തുള്ള പോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സാമൂഹികമായ ചില മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങൾ എന്തായാലും ഇസ്ലാമിക മൂല്യങ്ങൾ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ മൂല്യങ്ങളെ സ്വാധീനിക്കും എന്നത് ഞാൻ ആദ്യമായിട്ട് പോയിന്റ് ചെയ്തത്. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഖുർആനിൽ
ഇപ്പൊ നുഷൂസിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഖുർആനിൽ സ്ത്രീകളുടെ നുഷൂസിനെ പറ്റി പറയുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും, അതേസമയത്ത് പുരുഷന്റെ നുഷൂസ് പറയുന്ന സമയത്ത് അതത്ര വലിയ രീതിയിൽ അതിനെ ശേഷം വന്ന പണ്ഡിതന്മാർ അവര് അതിനെ കാണാത്ത ഒരു അവസ്ഥയും നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ഓരോ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പാട്രിയാർക്കി എന്നുള്ള ഒരു സംഭവം നല്ല രീതിയിൽ ഇതിനെ വിവർത്തനം ചെയ്യുന്നതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അർരിജാലു ഖവ്വാമൂന അല നിസാ. ഈ ഡോക്ടർ ഉമൈമ അവരുടെ തിസീസിൽ, അതുപോലെ തന്നെ മുസാവാത്ത് എന്നുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവര് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അവര് തബരി ഇമാം മുതലുള്ള, അതുപോലെ റഷീദ് റിദ, അതുപോലെ ചില മോഡേൺ ആയിട്ടുള്ള വഹാബികളാണെങ്കിൽ ചില മോഡേൺ ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഷാറാബി പോലെയുള്ള പണ്ഡിതന്മാരിലൊക്കെ ഇങ്ങനെ ആ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് അർരിജാലു ഖവ്വാമൂന എന്നത് നോക്കുമ്പോൾ ഈ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിനെ വിവർത്തനം ചെയ്തതിൽ മാറ്റം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലൊക്കെ ഞാൻ ഒരൊറ്റ പോയിന്റാണ് ഈ എല്ലാ പറഞ്ഞതിലൂടെയും മുന്നോട്ട് വെക്കുന്നത്. എന്താണ്, ഇതൊക്കെ നമുക്ക് ഇവിടൊക്കെ വരുന്ന തെറ്റിദ്ധാരണയാണ്. കാലത്തിന്റെ പോക്കനുസരിച്ച് സമൂഹത്തിലുണ്ടായ ചില മൂല്യങ്ങൾ അത് ഇസ്ലാമിക മൂല്യങ്ങളെ സ്വാധീനിക്കുകയും ആ രീതിയിൽ വിവർത്തനം ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് സ്ത്രീകളെ മോശമായിട്ട് ഇസ്ലാം കാണുന്നുണ്ട് എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ മാറുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി നൽകിയാണ്. അതായത് എതിർഭാഗം പറഞ്ഞു അവര് ഇസ്ലാമില് അതായത് സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഹിജാബ് ധരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതായത് അവരുടെ സ്വാതന്ത്ര്യത്തിന് തടയുന്ന ഒരു രീതിയാണെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഈ ഹിജാബിന്റെ കാര്യം അല്ലെങ്കിൽ സ്ത്രീകൾ വസ്ത്രം തുറന്നിട്ട് നടക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ, കേരളത്തിന്റെ ആദ്യ ഹിസ്റ്ററി നോക്കിയാൽ കേരളത്തിൽ അതായത് സ്ത്രീകൾക്ക് മാറ് മറക്കുന്നതിനൊക്കെ അവർ ടാക്സ് അടയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിന്. അതായത് അവർ പണം അടച്ചാൽ മാത്രമേ അവർക്ക് മാറ് മറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മാറ് മറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അവരോട് ദേഷ്യപ്പെടുകയും അതിന് പിന്നെ സമരം ഉണ്ടാവുകയും ചെയ്തു. അന്ന് പുരുഷന്മാരിൽ ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കി അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാരുടെ ആവശ്യങ്ങൾ, അവരുടെ ആ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ, ആ വികാരങ്ങൾ അത് കണ്ടുകൊണ്ടുണ്ടാകുന്ന വികാരങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവർ ചെയ്യാൻ നോക്കുന്നത് അവരെ താലോലിച്ചുകൊണ്ട് അവരെ ഒരു മയപ്പെടുത്തിക്കൊണ്ട് അവരുടെ രീതിയിലേക്ക് മാറ്റാൻ അങ്ങനെ ഈ കാണുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാണുന്ന സ്ത്രീകളോട് നിങ്ങൾ വസ്ത്രം കുറച്ച് ഇട്ട് നോക്കൂ, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു പ്രദർശനം കിട്ടും, ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒന്നൊരു പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിലൊക്കെ സ്ത്രീകളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ന് പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾ അവരുടെ ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിലും അത്ര രീതിയിലേക്ക് പിൽക്കാലത്ത് മാറാൻ എല്ലാ ശ്രമങ്ങളും നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും രീതിയിലേക്ക് സ്ത്രീകൾ മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇസ്ലാം നൽകുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവർക്ക് ഫെമിനിസം പറയുന്നത് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നാണ്. ആ സംരക്ഷണം നൽകുന്ന പക്ഷേ ഇസ്ലാം കാഴ്ചപ്പാട് നൽകുമ്പോൾ ആ സംരക്ഷണം വരുന്നത് വെച്ചാൽ അവർക്ക് കൃത്യമായുള്ള വസ്ത്രം ധരിക്കലാണ് അവർക്ക് സംരക്ഷണം എന്ന കൃത്യമായ രീതിയിൽ അതിന്റെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ സാധിക്കും. അവർക്ക് ആ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് എന്ത് ഉപകാരം ലഭിക്കുന്നത് കൃത്യമായ പല സദസ്സുകളും നമ്മൾ അത് ചർച്ച ചെയ്തതാണ്, ഹിജാബിന്റെ ആ ഒരു ഉപകാരത്തെ കുറിച്ചുകൊണ്ട്. അപ്പോൾ അത്തരം സംരക്ഷണം നൽകുവാണ് ഇസ്ലാം ഇതിലൂടെ നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കൂട്ടിച്ചേർക്കാനായിരിക്കും. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന പ്രധാന ഒരു ആശയമാണ് പുരുഷ കേന്ദ്രീകൃത കുടുംബഘടനയിൽ നിന്ന് മാറ്റം വരുത്തി അത് സ്ത്രീ കേന്ദ്രീകൃത കുടുംബഘടന വരുത്തണമെന്നുള്ളത്. അപ്പോൾ ഖുർആനിലൂടെ അള്ളാഹു താല പറയുന്നുണ്ട്, ഇപ്പോൾ നേരത്തെ സഹസംവാദകൻ പറഞ്ഞ പോലെ തന്നെ അരിജാലു ഖവ്വാമൂന അലൻ നിസാ, അതിൽ പുരുഷനാണ് സ്ത്രീയുടെ മേൽ ആധിപത്യം എന്ന് പറയുമ്പോൾ ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിൽ ആഡിങ്സ് കൂടെ ഉണ്ട്. അതായത് ഇവിടെ നേരത്തെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നുള്ളതിന് കാലാനുസൃതമായിട്ട് ഓരോരോ തഫ്സീർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫെമിനിസം വന്നതോടുകൂടി, അതായത് മോഡേൺ ഫെമിനിസം, അതുപോലെ തന്നെ ഫെമിനിസം, ഇസ്ലാമിക് ഫെമിനിസം, ഏത് തന്നെ ആയാലും ഈ ഒരു കൺസെപ്റ്റിന്റെ വരവോട് കൂടിയിട്ട് കാലാനുസൃതമായിട്ട് യാഥാസ്ഥിതിക ഇസ്ലാമിനെ അല്ലെങ്കിൽ ഖുർആനെ പിന്നെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ഉന്നയിക്കാനുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൽ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ എന്നും കൂടിയുണ്ട്.
ആയത്തിൻ്റെ ഫുള്ളും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഒരു സ്ഥലത്ത് ചില സ്ത്രീകൾക്ക് അള്ളാഹു താല പുരുഷനേക്കാളും സ്ഥാനം നൽകിയിട്ടുണ്ട്. ചിലയിടത്ത് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ബലഹീനരായിരിക്കും. അതായത് ഒരു കുട്ടിയെ ശരിക്ക് പരിപാലിക്കാനുള്ള കഴിവ് അവൻ്റെ മാതാവിന് തന്നെ ആയിരിക്കും വീട്ടിൽ. കാരണം ഉപ്പ ജോലിക്ക് പോവും, പിന്നെ ആ വീട് ശരിക്കും നിയന്ത്രിക്കുന്ന ആരാണ്? ഉമ്മയാണ്. കാരണം ഉപ്പ പിന്നെ രാത്രിയാണ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഇസ്ലാമിക കാഴ്ചപ്പാട് ഇത് വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഫെമിനിസം ആ ഉമ്മയുടെ നേതൃത്വം, അതായത് ഉമ്മയല്ല ശരിക്കും നിയന്ത്രിക്കേണ്ടത്, പുരുഷനാണ് നിയന്ത്രിക്കേണ്ടതെന്നാണ് ഈ സാമൂഹിക കാഴ്ചപ്പാടുകൾ പറയുന്നത്. പക്ഷേ ഇസ്ലാം കൃത്യമായി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പുരുഷന് ആധിപത്യം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ആധിപത്യം ഉണ്ടാവും. പക്ഷേ അത് കൃത്യമായി തുല്യമായി കിട്ടാത്തതുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ആശയം കടന്നു വരുന്നത്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, 1800കളിലാണ് വോട്ടവകാശം നിരോധിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ വോട്ടവകാശങ്ങൾ നിരോധിച്ചിട്ട് പിന്നെ ഫെമിനിസ്റ്റ് വേവുകൾ നാലെണ്ണം കൃത്യമായിട്ട് വോട്ടവകാശം, അവർക്ക് തുല്യമായ ജോലി സാധ്യത, അതേമാതിരി തുല്യമായ ശമ്പളം, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇടപെടാനുള്ള തുല്യമായ സ്പേസ്, ഇതൊക്കെയാണ് ഫെമിനിസം കൃത്യമായിട്ട് ഇതിന് മുമ്പിൽ വെച്ച ആശയങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അതായത് ഫെമിനിസത്തിൻ്റെ കടന്നുവരൽ തീർച്ചയായും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആധുനിക ഫെമിനിസം. ആധുനിക ഫെമിനിസം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്, ഇപ്പോൾ പുരുഷാധിപത്യ കുടുംബങ്ങളിൽ സ്ത്രീയുടെ മുൻഗണന നൽകണം, അതായത് പുരുഷൻ ഭരിക്കുന്ന കുടുംബങ്ങളിൽ സ്ത്രീ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ്. എന്താണോ സ്ത്രീക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ പരിഗണന നൽകണം. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നില്ല എന്നല്ല, എന്നാൽ ഇസ്ലാമിൽ നൽകുന്നത് സ്ത്രീകൾക്ക് സമത്വമല്ല, നീതിയാണ്. സ്ത്രീകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ബയോളജിക്കൽ പരമായിട്ടുള്ള മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആധുനിക ഫെമിനിസത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ, ആധുനിക ഫെമിനിസം ഇപ്പോൾ ഇസ്ലാമിൽ ഒരു പുരുഷന് 4 സ്ത്രീയെ വിവാഹം കഴിക്കാം. എന്നാൽ ആധുനിക ഫെമിനിസത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ആധുനിക ഫെമിനിസം ഇങ്ങനെ ഉന്നയിക്കും, അതായത് ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 4 പുരുഷന്മാരെ വിവാഹം കഴിച്ചുകൂടാ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടി, ആ കുട്ടിയുടെ പിതാവ് ആരാണെന്ന്. ഇതുപോലെ ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഓരോ കാഴ്ചപ്പാടിനും ഇസ്ലാമിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് നീതിയാണ്, അതിൻ്റെതായ രീതിയിലുള്ള നീതി. ഇസ്ലാം എന്താണോ നൽകുന്നത് അത് അതിൻ്റെതായ രീതിയിൽ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക ഫെമിനിസമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൽ പരാമർശപ്പെട്ടതിൽ, അതായത് സ്ത്രീകൾക്ക്, അതായത് സമത്വം, നീതി, അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ മോഡേൺ ഫെമിനിസം ആയാലും നമ്മൾ ഈ സമത്വം, നീതി എന്ന് പറയുന്ന 2 ടേമുകൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊരു ക്രൈം നടന്നു, ഒരു കുട്ടിയാണ് ആ ക്രൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോവുക, അതായത് ഒരേ കുറ്റം, ആ കുട്ടി ഒരു യുവാവിനെ കൊലപാതകം ചെയ്തു, ആ കുട്ടി ചെയ്തതും ഒരു ക്രൈം ചെയ്ത് വെച്ചാൽ ആ കുട്ടിയെ കൊണ്ടുപോയ ചിൽഡ്രൻ കെയറിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഒരു യുവാവ് അതേ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ജയിലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് തന്നെ ഇത്തരം വ്യത്യസ്ത രീതിയിലുള്ള സമത്വം കാണിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കുന്ന നീതിയാണ്. ആ നീതിയിലേക്കാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ പരാമർശപ്പെട്ടു, ഇസ്ലാം ഒരു പാട്രിയാർക്കി സൊസൈറ്റി ആകുന്ന രീതിയിലൊക്കെ പരാമർശം വന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തിയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലോ ഇസ്ലാമിൻ്റെ മുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇസ്ലാം നേരിട്ട് ഒരു പാട്രിയാർക്കി സൊസൈറ്റി ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? അത് ചില നേരെ ഇവിടെ സുഹൃത്ത് പറഞ്ഞ ചില തെറ്റിദ്ധാരണ, സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ട ചില തെറ്റുകാരിൽ നിന്നും ഉയർന്നു വെട്ടപ്പെട്ട ഒരു രീതിയാണെന്നുള്ളതാണ്. ഇപ്പോൾ അരിജാൽ കവാമിന് റിസ എന്ന് പറഞ്ഞിടത്തൊക്കെ അവിടെ സ്ത്രീകൾ അവരെ, അതായത് അവരുടെ മേലുള്ള നിൽക്കൽ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. ആ ഉത്തരവാദിത്തം നൽകുന്നതിൽ അവിടെ സ്ത്രീക്ക് നൽകുന്ന മറ്റൊരു മഹത്വമുണ്ട്. സ്ത്രീക്ക് നൽകുന്ന ഒരു പുതിയൊരു സമൂഹത്തെ ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ അതൊരു ചെറിയ ഒരു മഹത്വം മാത്രമല്ല, സ്ത്രീക്ക് നൽകുന്ന കടമ എന്ന് പറഞ്ഞാൽ പുതിയ സമൂഹത്തെ വാർത്തെടുക്കാനും ആ സമൂഹത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ എന്നുള്ള വലിയൊരു കടമയാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ വേറെ രീതിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന മറ്റൊരു ഇതാണ്, ഇപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു ഇൻഡിവിജ്വലിസത്തിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് ആശയ വിവരണങ്ങൾ ഇസ്ലാം കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും.
ആദ്യമായിട്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് പാട്രിയാർക്കിയിൽ നിന്ന് മാറിയിട്ട് മാട്രിയാർക്കി ആക്കണം എന്നുള്ളതല്ല. മറിച്ച് പുരുഷന് അവകാശം കിട്ടുന്നത് പോലെ സ്ത്രീക്കും അവകാശങ്ങൾ ആവശ്യമുണ്ട്. ഒരു സമൂഹം മോഡേൺ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ എന്ന് മാത്രമല്ല, റേസ്, ജെൻഡർ, സെക്സ്, കളർ ഏതായാലും ഇത് ഏതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും ഒരാൾ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന ഒരു വാക്കിലൂടെ മോഡേൺ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ പാട്രിയാർക്കിയെ മാറ്റി മാട്രിയാർക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ മാട്രിയാർക്കിയെ മാറ്റി പാട്രിയാർക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫെമിനിസം മുന്നോട്ട് വെക്കുന്നില്ല. ഇവിടെയൊക്കെയാണ് ഈ തെറ്റിദ്ധാരണകളിലൂടെയാണ് പല രീതിയിലുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ബാക്കി അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഒരു സ്റ്റേറ്റ്മെന്റും കൂടി വെക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ആമിന വധു കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു നല്ലൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഖലീഫയായിട്ട് ഭൂമിയിലേക്ക് അയക്കുകയാണ്. അത് ഖലീഫയായിട്ട് മനുഷ്യനെയാണ് അയക്കുന്നത്, പുരുഷനെയും സ്ത്രീയെയും. പിന്നെ വിലായത്തിന്റെ വിഷയം വരുന്ന സമയത്താണ് അവിടെ പുരുഷന് ചിലർക്ക് അധികാരം കൂടുതലും സ്ത്രീക്ക് ചിലർക്ക് അധികാരം കുറവുമായിട്ട് മാറുന്നത്. ഈ ഒരു രീതിയിലുള്ള വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ആ കാലത്തുണ്ടായ സാമൂഹിക നിയമങ്ങൾ അനുസരിച്ച്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് അറബി ഭാഷ എന്നുള്ളത് ഒരു ജെൻഡർ ബേസ്ഡ് ഭാഷയാണ്. അതിൽ പുരുഷൻ സ്ത്രീ എന്ന രീതിയിൽ ജെൻഡർ ബേസ്ഡ് ഭാഷയാണ് അറബി ഭാഷ. പക്ഷെ എപ്പോഴും അറബി ഭാഷയിൽ ഹുവ ഹിയ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പെണ്ണ് ആണ് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ രീതിയിൽ പ്രത്യേകിച്ച് സാമൂഹികമായിട്ട് അന്നുണ്ടായ മൂല്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ജെൻഡർ ബേസ്ഡ് ഭാഷയായി എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് നാം കാണുന്ന വിവർത്തനങ്ങളിലേക്ക് ഇവിടെ കാണുന്ന അധികം മുസ്ലിമീങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ ഒരു പ്രത്യേക വിഷയം ഞാൻ മുന്നോട്ട് വെക്കട്ടെ. സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ അതിൽ ഉമ്മു വർഖ റളിയല്ലാഹു അൻഹയുടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകളൊക്കെ മുമ്പിലുണ്ടായിട്ടും സ്ത്രീയെ ഇമാമത്ത് നിൽക്കുന്നതിൽ നിന്ന് പല പണ്ഡിതരും മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു സാമൂഹികമായ മൂല്യങ്ങൾ അതുപോലെ തന്നെ അതുപോലത്തെ വിഷയങ്ങൾ നിയമങ്ങൾ ഉത്ഭവിപ്പിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ദൈവികമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ഒരേ സ്ഥാനങ്ങൾ നൽകിയിട്ടാണ്. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് തുല്യ സ്ഥാനമാണുള്ളത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ റോൾസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ വാദം അതല്ല. ഈ ഫെമിനിസം മോഡേൺ ഫെമിനിസം മുന്നോട്ട് കൊണ്ടുവരുന്ന ചില ആശയങ്ങൾ അത് തീർത്തും ഇസ്ലാമിന് എതിരാണ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഫെമിനിസത്തിന്റെ കടന്നുവരവോട് കൂടിയിട്ട് ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആനെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കാനുള്ള ഒരു സ്വഭാവം കൂടി വന്നു എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് ഖേദകരമായിട്ടുള്ള അവസ്ഥ ഞാൻ ഇവിടെ പറയുകയാണ്. മാത്രമല്ല ഇവിടെ നേരത്തെ പറഞ്ഞു ഖിലാഫത്തിന്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും ഒരു പുരുഷന്മാർക്ക് കുറച്ച് സ്വീകാര്യത നൽകി എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ സംസാരം വന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ സാമൂഹികപരമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ചില നീഡ്സുകളിൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് തുല്യമായിട്ടുള്ള ഭരണം അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള പങ്ക് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും മോഡേൺ ഫെമിനിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക് ഫെമിനിസം കടന്നു വരുന്നതോട് കൂടിയിട്ടാണ് സൗദി അറേബ്യ ഇസ്ലാമിന്റെ പ്രവാചക നഗരമായിട്ടുള്ള മദീന അടക്കം ഉൾക്കൊള്ളുന്ന രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിൽ 2018 അവർ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അവരെ അവകാശങ്ങളായിട്ടാണ് വന്നിരുന്നത്. പിന്നെ മാത്രമല്ല പൊതുരംഗ പ്രവേശനത്തിന് ഒരു പരിധിവരെ ഇസ്ലാം തടയിടുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനം എന്നുള്ളത്. മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ അടിസ്ഥാനമാക്കി ഭരണഘടന നിലനിന്നിരുന്ന രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിക ഭരണം കൈവിട്ടു പോയി. മാത്രമല്ല ഈ ഒരു ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ഒരു കടന്നുവരവോടൊക്കെ കൂടിയിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് GCC രാഷ്ട്രങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക് ഓഫ് ജെൻഡർ ഡാറ്റ പോർട്ടലിൽ അവർ വിട്ട കണക്ക് പ്രകാരം
അതായത് 2010 മുതൽ 2024 വരെയുള്ള കാലയളവിനുള്ളിൽ സ്ത്രീകളുടെ ബിസിനസ് കാര്യങ്ങളിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ ഏകദേശം 30% വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിങ്ങൾ ആയിഷ ബീവിയുടെ അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ ഒക്കെ കഥകൾ പറയാറുണ്ട്. പക്ഷെ ഇസ്ലാമിക ഇസ്ലാം ആവിർഭാവത്തിന് ശേഷം എത്രത്തോളം ഇസ്ലാം സ്ത്രീകളെ ഇങ്ങനെ പൊതുരംഗ പ്രവേശനവും അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിന്നിട്ടുള്ള ഈ വരുമാന മാർഗങ്ങളും ഒക്കെ സിദ്ധിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ മോഡേൺ ഫെമിനിസം ആണെങ്കിലും മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള വിവേചനം നേരിടാതിരിക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വരുമാനം സമ്പാദിക്കാനുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇസ്ലാമിക് ഫെമിനിസം ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ശേഷം അതിനുശേഷം ആ വാദങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഡാറ്റയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമായിട്ട് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മുടെ തത്വവും നിങ്ങളുടെ തത്വവും ഒരു രീതിയിലും കോട്ടം തട്ടുന്നില്ല നിങ്ങൾ തന്നെ വ്യക്തമാക്കി തന്നതിൽ. കാരണം സ്ത്രീക്കും പുരുഷനും നല്ല രീതിയിൽ ഇസ്ലാം എന്ത് കൊടുക്കുന്നുണ്ട്, ഇസ്ലാം അതിന് പരിഗണന നൽകുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു സമീപനം ഇല്ലാത്തത് കൊണ്ട് ആ സമീപനത്തെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഫെമിനിസ്റ്റ് എന്ന മൂവ്മെന്റ് വന്നതായിട്ട് പറയുന്നത്. അപ്പോൾ അത് സമ്മതിച്ച് തന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ അതിനുശേഷം പറയുന്നത് കാലം കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ ഹദീസിനെ മോശമായി വിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് മോശമായിട്ടാണ് ഇതിന് വിവർത്തനം ചെയ്യുന്നത് എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് എത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഖുർആന് ഹദീസ് എന്നുള്ളത് ഒരിക്കലും സ്റ്റിപ്പുലേറ്റഡ് അല്ല. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത് പണ്ടത്തെ പണ്ഡിതന്മാരാണ്, ഇന്നത്തെ പണ്ഡിതന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഹദീസുകളും ആയത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പല ആയത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയപരമായിട്ടാണെങ്കിൽ അതിൻ്റെ സാമൂഹികപരമായിട്ടാണെങ്കിൽ അതുപോലെ പല മസ്അലകളുടെ വിഷയത്തിലാണെങ്കിൽ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മസ്അലകളിൽ ആ കാലത്തിന്റെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ആവശ്യം എന്താണോ അവിടെ ഉണ്ടായ ആളുകൾക്ക് അത് ആവശ്യം എന്താണോ അതിനനുസരിച്ച് ആ കാലത്ത് പല കാലത്തും നല്ല രീതിയിൽ ചിന്തിക്കുന്ന പല പണ്ഡിതന്മാരും മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളെയും ഹദീസുകളെയും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ള പോയിന്റ് ആദ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇവിടെ പറയപ്പെട്ട പല എന്തൊക്കെ വിഷയങ്ങളുണ്ട്, സ്ത്രീകളുടെ പൊതുരംഗത്തേക്ക്, ഇതൊക്കെ ഇതിനോട് തുടർന്ന് വരുന്നൊരു വിഷയമാണ്. കാരണം ആ കാലത്ത് ഈ രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അതിനെ വിവർത്തനം ചെയ്യാനുള്ള ഒരു അധികാരം, ആ ഒരു ഇതിനുള്ള കഴിവ് അന്നത്തെ ആളുകൾക്ക് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിന് ഉദാഹരണമായിട്ട് നമുക്ക് കാസിയാത്തുൻ ആരിയാത്തുൻ എന്നുള്ള ഹദീസ് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ പണ്ഡിതന്മാർ ചില ആളുകളും ആ ഭാഗത്ത് നിന്ന് കൂടുതൽ വിശദീകരിക്കാത്ത രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹു ആലം പല മസ്അലകളിലും പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. ഈ വിഷയത്തിൽ ഒരു പക്ഷെ ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മസ്അലക്ക് എന്താണ് ആവശ്യം, ആ രീതിയിൽ നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. പിന്നെ അവിടെ പറയപ്പെട്ടു, അതായത് പുറ സമീപനം സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെ ഇവിടെ പറയപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിലെ ഏത് രീതിയിൽ സ്ത്രീകൾ സാമൂഹ്യ സേവനം ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ സാമ്പത്തിക ഇടപാട് നടത്തേണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് ഹനിക്കപ്പെടുക അങ്ങനെയൊന്നും ഒരു രീതിയും കാണത്തില്ല. ചിലർക്ക് നൽകിയ അവകാശങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1870 ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ലോ ആണ് ഡോക്ട്രിൻ ഓഫ് കോർണിച്ച് എന്ന് പറയാറുണ്ടോ. അതായത് മാരീഡ് ആയ ഒരു വുമണ് മാരീഡ് ആവുന്നതോട് കൂടി തന്നെ അവരുടെ പ്രോഫിറ്റ് എന്താവും, അവരുടെ ഭർത്താവിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ ഈ ഫ്രാൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് സിവിൽ കോഡ്, അതായത് നെപ്പോളിറ്റൻ കോഡ് എന്ന് പറയുന്നത് 1938 ലോ വരുന്നുണ്ട്. ലോ ഓഫ് 8 ഫെബ്രുവരി 1938 പറഞ്ഞിട്ട് ഈ രണ്ട് ലോകളും പറയുന്ന അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം കഴിക്കുന്നതോടെ അവരുടെ പ്രോഫിറ്റ് പോകും, അവരുടെ പ്രോപ്പർട്ടി എല്ലാം തന്നെ അവരുടെ തൻ്റെ ഭർത്താവിൻ്റെ ഇതിലേക്ക് ചെയ്യുന്ന രീതി നോക്കുന്നത്. പിന്നെയാണ് ഈ ലോ വന്നതിന് ശേഷമാണ് അതിൽ ചേഞ്ച്. അതുവരെ അങ്ങനെ നിയമമായിരുന്നു. ഈ ലോ വന്നതിന് ശേഷമാണ് സ്ത്രീക്ക് സ്ത്രീന്റെ അവകാശം, പുരുഷനും പുരുഷന്റെ അവകാശം. അപ്പോൾ ഈ ഫെമിനിസം ഉണ്ടായി വരുന്ന സമൂഹത്തിൽ തന്നെ ഈ ഇടയായിട്ടാണ് ഈ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിലേക്ക് നോക്കിയാൽ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തന്നെ സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് 5360 ഹദീസ് നമ്പർ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാല നഫഖത്തു മർഅത്തു മിൻ അത്ആഇ ബൈത്ത് സൗജഹ ഗൈറ മുഫ്സദതി കാൻ ലഹ അജ്റുഹ വലിസൗജഹ അജ്റുഹു
വൽഹസന മിസ്ലു ദാലിക ലാ യൻഖുസു ബഅദഹും അജ്റു ബഅദ ഷൈഇൻ എന്ന് പറഞ്ഞിട്ട് അതായത് ആ ഹദീസിന്റെ സാരാംശം പറയുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ തങ്ങളുടെ ഭർത്താവിൽ നിന്നുള്ള സമ്പത്ത് വിനിയോഗിക്കാമെന്നും അത് നല്ല രീതിക്ക് തൻ്റെ കുടുംബ ചെലവിനെ ബാധിക്കില്ല, ഫസാദാക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലവഴിക്കാമെന്നും മാത്രമല്ല അത് തൻ്റെ കുടുംബത്തെ ബാധിക്കില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനും തനിക്കും കൂലി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്ര അവകാശം നൽകുമ്പോഴും ഇപ്പോഴും നിങ്ങൾ വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾക്ക് ഈ ഇടയായിട്ടാണ് ഈ അവകാശം ലഭിക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഈ കാഴ്ചപ്പാടുകൾക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ പൊതുരംഗത്തൊക്കെ ഇസ്ലാം ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് തെറ്റായ രീതിയിലുള്ള വാദം വളച്ചൊടിക്കുകയുണ്ടായി. അതായത് മോഡേൺ ഫെമിനിസം ആണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഫെമിനിസം എന്നുള്ളതിൻ്റെ കടന്നുവരവ് തന്നെ ബേസിക് നീഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഫസ്റ്റ് വേവൊക്കെ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ള രീതിയിലുള്ള അവകാശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതും ഈ ഫെമിനിസത്തിൻ്റെ തുടക്കകാലത്തുള്ള വാദങ്ങളും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ചർച്ച മോഡേൺ ഫെമിനിസമാണ്. ഫെമിനിസത്തിന്റെ തുടക്കകാലത്തുള്ള അവകാശങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങളും രണ്ടും സെയിമാണ്. പക്ഷെ മോഡേൺ ഫെമിനിസത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു വാദം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മോഡേൺ ഫെമിനിസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരുപാട് വാദങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളൊക്കെ ഇസ്ലാമിനെതിരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സാറ ഹൈദർ, അതുപോലെ തന്നെ യാസ്മിൻ മുഹമ്മദ് മുതലായവരൊക്കെ ഈ ഒരു ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മോഡേൺ ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവരൊക്കെ ഇസ്ലാം വിടാനുണ്ടായ കാരണം എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ സൊസൈറ്റി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ ഒരുപാട് കേരളത്തിൽ വന്ന്, അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകൾ ഒരുപാട് ആളുകൾ ഈ മോഡേൺ ഫെമിനിസത്തിന്റെ ആശയങ്ങളൊക്കെ പേറി നടക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ വാദം അവരുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാർത്ഥം എന്നോണം അവരുടെ വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ ഇസ്ലാമിക ചൈതന്യം, ഇസ്ലാമിക നിയമങ്ങളെ എടുത്തു മാറ്റി പതിയെ അവരെ എടുത്തു മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ജാമിദ ടീച്ചറിന്റെ ഒക്കെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇസ്ലാം റിഫോം, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖുർആൻ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് എന്താ ഉണ്ടാകുന്നത്, അങ്ങനെ തെറ്റായ രീതിയിൽ ഈ ജാമിദ ടീച്ചറിന്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ജാമിദ ടീച്ചർ സ്വന്തമായ രീതിയിൽ ഖുർആൻ വ്യാഖ്യാനിച്ചു, ഹദീസ് വ്യാഖ്യാനിച്ചു. അത് പ്രകാരം അവര് സ്വന്തമായിട്ടുള്ള ഒരു ദീനിന്റെ മറ്റൊരു വശം സ്വന്തമായിട്ട് ജുമക്ക് ഇമാമത്ത് നിന്ന് പിന്നിൽ 4 പേരെ നിർത്തിയിട്ട് ഇമാമത്ത് എന്ന പശ്ചാത്തലം വരെ ഉണ്ട്. അതായത് ഖുർആനും ഹദീസും ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് അതിന്റെ ഘടകം. അവസാനം അവർ പിന്നീട് പോയത് ഇസ്ലാമെല്ലാം വെറുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ പുരുഷാധിപത്യം വെറുത്തുകൊണ്ട് പോയിട്ടാണ് അവർ ഇന്ന് ഇസ്ലാമിനെതിരെ തിരിഞ്ഞു കൊത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദമാണ് ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള 2 സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കേരളീയ പശ്ചാത്തലം മാത്രം അതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ ഇടയിലേക്ക് ഈ ഒരു ഫെമിനിസം കടന്നു വന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. പക്ഷെ ആ ഒരു മോഡേൺ ഫെമിനിസമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദിനെ പോലും എതിർക്കുന്ന രീതിയിൽ ഈ തെറ്റായ രീതിയിലുള്ള ഖുർആൻ വ്യാഖ്യാനം മറ്റുമൊക്കെ എതിർക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമുണ്ട്. കാരണം ഫെമിനിസം ആദ്യം വന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ ചോദിച്ചു മാത്രമാണ്. മോഡേൺ ഫെമിനിസം ആകുമ്പോൾ റേസ്, ജെൻഡർ, സെക്സ്, കളർ, ഇത് മാത്രമല്ല ഇതിനപ്പുറം ഈ ഒരു രീതിയിലും ഒരാളും മാർജിനലൈസ് ചെയ്യപ്പെടരുത് എന്ന ആശയത്തോടു കൂടിയാണ് മോഡേൺ ഫെമിനിസം വരുന്നത്. കുറച്ച് ആളുകളെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി മാനദണ്ഡങ്ങൾ കൂട്ടി. ഒരു രീതിയിലും ആരും മാറി നിൽക്കരുത്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ എന്ന് ഖുർആനിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സവ്വു ബൈന ഔലാദിക്കും, ഹദീസ് മുന്നോട്ട് വെക്കുന്ന സവ്വു ബൈന ഔലാദിക്കും പോലത്തെ ഹദീസുകൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ ഇൻഡിവിജ്വൽസിന്റെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജാമിദ ടീച്ചർ അതുപോലെയുള്ള ആളുകളൊക്കെ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? അവർ തീർച്ചയായും ഒരു സെക്കുലർ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്തുണ്ടായി കഴിഞ്ഞാലും അവർക്ക് എന്തൊക്കെയോ പല മോട്ടിവേഷൻസിന്റെ പിന്നിൽ അവര് ഇസ്ലാമിനെ എതിർക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം കടന്നു വരികയും ആ രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്യുകയും ഇന്നും ഇസ്ലാം എന്നുള്ള മതം, ആ മതം അങ്ങനെ ആയതുകൊണ്ട് അതിനെ എതിർക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് എപ്പോഴും അതിനെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ മുസാവ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമുള്ളത് അതാണ്. കഴിഞ്ഞു പോയ കാലത്തിന് വിപരീതമായിട്ട് കാലത്തിന് ഏറ്റവും ആവശ്യമായ രീതിയിൽ ഹദീസുകളെ, ആയത്തുകളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഈ മുസാവ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അതുപോലത്തെ
അതേ വിഷയങ്ങളാണ് ആര് ചെയ്യുന്നത്? ആമിന വദൂദ് പോലെയുള്ള ആധുനിക മോഡേൺ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഇസ്ലാമിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്നുള്ളത്. കാരണം ഇപ്പൊ ഇമാമത്തിന്റെ വിഷയം പറഞ്ഞു, അതിന് വലിയൊരു തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മു വറഖ റളിയല്ലാഹു അൻഹയുടെ വിഷയം. റസൂലുള്ള സമ്മതം കൊടുത്തതാണ് ഇമാമത്ത് നിൽക്കാൻ. അപ്പം അത്തരം വലിയൊരു തെളിവുണ്ടാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്തിനാണ് വെറുതെ തെളിവില്ല, മറ്റേതില്ല, ഇറ്റേതില്ല എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ പിന്നെയും കറങ്ങുന്നത് എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് സ്ത്രീകൾക്ക് അവരുടെ അവകാശം നൽകുക എന്നുള്ളത്. ഇസ്ലാമിക കാഴ്ചപ്പാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പിതാവ് മരിച്ചാൽ ആൺമക്കളും പെൺമക്കളും ഉണ്ടാവുകയാണെങ്കിൽ അവരിൽ അനന്തരാവകാശം കൊടുക്കുമ്പോൾ ഒരു ആണിന് ഒരു പുരുഷന് കൊടുക്കുന്നതിൻ്റെ പകുതിയാണ് ഈ സ്ത്രീക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ത്രീയെ കുറച്ച് കാണിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ദുർബലപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ജെൻഡറിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഫെമിനിസത്തിൽ ഒരു സ്ത്രീക്ക്, ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ, സ്ത്രീക്ക് തൻ്റെ ഇച്ഛ അനുസരിച്ച് ജെൻഡർ മാറ്റാൻ സാധിക്കും. പക്ഷേ ഇസ്ലാമിൽ ഇത് ജെൻഡർ മാറ്റുക എന്നുള്ളത് വിലക്കിയതാണ്. ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുന്ന ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞു, ആധുനിക ഫെമിനിസം സ്ത്രീകൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വരുന്നത് സ്ത്രീകളാണ്. സമൂഹത്തിന്റെ മുൻനിരകളിലേക്ക്, നേതൃസ്ഥാനങ്ങളിലേക്ക് നൽകേണ്ടത് സ്ത്രീകളെയാണെന്ന് നമുക്കൊരു ഹദീസിൽ കാണാം, ലാ യുഫ്ലിഹ ഖൗമുൻ ലൗ അമറഹും ഇംറഅത്തുൻ. അതായത് സ്ത്രീകൾ അധികാരത്തിൽ വരുന്ന ഒരു സമൂഹം വിജയിക്കില്ല എന്ന്. ഈ ഒരു ഹദീസിനെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു ഹദീസിനെ നമുക്ക് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു സമൂഹം വിജയിക്കില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തീർച്ചയായും തെറ്റായ വാദമാണ്. കാരണം ഇസ്ലാം കാലക്രമേണ അതിൻ്റെ അനുയോജ്യമായ രീതിയിലാണ് ഇസ്ലാം എല്ലാ ഇതിനും കൊണ്ടുപോയിട്ടുള്ളത്. അതായത് പുരുഷന് നേതൃത്വം നൽകാൻ കഴിയുമെങ്കിൽ പുരുഷന് അവിടെ നേതൃത്വം നൽകാം. അവിടെ പുരുഷനില്ലെങ്കിൽ സ്ത്രീക്ക് നേതൃത്വ നിലയിൽ വന്നുകൊണ്ട് സ്ത്രീക്ക് നന്നായി നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ സ്ത്രീ നേതൃത്വത്തിലേക്ക് വരണം. അതാണ് ജമൽ യുദ്ധത്തിൽ ഖദീജ ബീബി നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റായ രീതിയിലാണെന്ന് പറയും? ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്ത്രീകള് ഇപ്പോൾ വല്ലൗ അംറഹും ഇംറഅത്തൻ എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ കോട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഉമ്മു വറഖ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുത്ത് പോയിട്ട് ബദറിൽ ഞാൻ മുമറിലായിട്ട് വരട്ടെ, ശുശ്രൂഷ ചെയ്യാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ജമൽ യുദ്ധത്തിൽ ആയിഷ ബീവി നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ആയിഷ ബീവി ജമൽ യുദ്ധത്തിന് പോകുന്നതാണ്. അവിടെ അതിന് സബബുൻ നുസൂലും കാര്യങ്ങളും അല്ല, ഹദീസിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും കിസ്റ സംഭവമാണെങ്കിലും ഈ ആയിഷ ബീവി ഇതിന് പോകുന്ന സമയത്ത് എന്താണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതിലൊന്നും എന്തല്ല, സ്ത്രീകൾ അധികാരത്തിലേക്ക് മുന്നോട്ട് വരരുത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ റെസ്ട്രിക്റ്റീവായിട്ട് പറയുന്ന ഹദീസുകളല്ല. മറിച്ച് ഇതിലൂടെയൊക്കെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു മനസ്സിലാക്കലിൻ്റെ ആവശ്യമുണ്ട്. ഈ ഇത്തരം അതാണ് നമ്മൾ പറഞ്ഞത്, ഈ കാലത്തിനനുസരിച്ച് ആ ഒരു ആയത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയതിന് പകരം ഇന്നത്തെ കാലത്ത് നമുക്ക് ആ ഹദീസിലൂടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്രയും ഒരു വൈഡായിട്ടുള്ള ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് നോക്കണം. അത് ഖുർആനിക ആയത്തുകളെ വളരെ ചുരുക്കിയെടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നുള്ള ആയത്ത് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമായി തോന്നുന്നു. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് എന്നുള്ളതും കൂടി ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായി മാറുകയാണ്. ഇതേ രീതിയിൽ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും, അതുപോലെ ഹദീസ് എന്നുള്ളത് ഹോളിസ്റ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ടർത്ഥത്തിൽ നമുക്ക് അവര് നമ്മുടെ വാദം സമ്മതിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് എന്നുള്ളത്, ജമൽ യുദ്ധത്തിന്
പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള ഹദീസ് എന്നുള്ളത്. പ്രവാചകന് ശേഷം പ്രവാചകന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ ഹയാത്തിൽ ഉണ്ടാവുമ്പോൾ ഇറങ്ങിയിട്ടുള്ളതാണ് ഖുർആന്. അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങളാണ് ഹദീസ് എന്നുള്ളത്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജമൽ യുദ്ധമൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അപ്പോ ഇവര് ഈ ഖുർആനും ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രവാചകന്റെ മരണശേഷമുള്ള ഹദീസും സബബുൻ നുസൂൽ വരെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള ഒരു വാദമാണ് ഫസ്റ്റ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാണ് സെക്യുലർ സൊസൈറ്റിയിൽ നിന്നാണ് മറ്റുള്ള നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ജാമിദ ടീച്ചർ അടക്കമുള്ള മറ്റുള്ളവരൊക്കെ വന്നത് എന്നുള്ളത്. നമ്മുടെ വാദം ഒരു നിലക്ക് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് സംവാദകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം സെക്യുലർ സൊസൈറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിലുള്ള മോഡേൺ ഫെമിനിസം ഇസ്ലാമിന്റെ ഉള്ളിലുള്ള വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങളായിട്ട് മാറിക്കൊണ്ട് പിന്നീട് അവർ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് റിഫോം ചെയ്യുകയാണ്. പുതിയൊരു ഇസ്ലാമിന്റെ പുതിയ നിയമങ്ങളും പുതിയ തത്വങ്ങളും അല്ലെങ്കിൽ അവർക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളും ഒക്കെ മാറ്റുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇച്ഛപ്രകാരമായിട്ടുള്ള ഒരു മതമായിട്ട് മാറ്റുകയാണ് ഇസ്ലാം. യാഥാസ്ഥിതിക മതത്തെ പൊളിച്ചെഴുതാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് എതിർ സംവാദകൻ പറഞ്ഞത്. ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ സെക്യുലർ സൊസൈറ്റിയിൽ നിന്ന് വന്ന് അവർ അങ്ങനെ ആയതാണ് എന്നുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളത്, ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇസ്ലാമിക മൂല്യങ്ങൾ ഒരു രീതിയിലും ഫെമിനിസ്റ്റ് മൂല്യങ്ങൾക്ക് കോട്ടം തട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനം പറഞ്ഞ പോയിന്റിൽ ഞാൻ പറയട്ടെ, സെക്കുലർ സമൂഹത്തിൽ വളർന്നു വന്നു എന്നതുകൊണ്ട് എന്താവുന്നില്ല ഒരു തത്വങ്ങൾ, പ്രത്യേകിച്ച് മോഡേൺ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന തത്വം എന്നത് മാർജിനലൈസ്ഡായിട്ടുള്ള ഒരു സൊസൈറ്റി, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ രീതിയിൽ, അവർക്ക് ഏറ്റവും നല്ല നീതിപരമായ രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തത്വം മുന്നോട്ട് വെച്ചിട്ടാണ്. ഇത് സെക്കുലർ ഭാഗത്ത് അല്ലെങ്കിൽ മതേതര ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ട് അത് ഇസ്ലാമിനെതിരാവണം എന്ന് പറയുന്നത് തീർത്തും പൊട്ടത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ളത്, ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വം എന്നുള്ളത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ളതാണ്. ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് ഒരു രീതിയിൽ ആ മനുഷ്യൻ, പ്രത്യേകിച്ച് മോഡേൺ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജെൻഡർ കാരണത്താലോ സെക്സ് കാരണത്താലോ അതുപോലെ കളർ കാരണത്താലോ റേസ് കാരണത്താലോ ഒരു കാരണത്താലും മാർജിനലൈസ്ഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് രണ്ടും യഥാർത്ഥത്തിൽ ഒരേ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ എങ്ങനെ കോട്ടം തട്ടാനെന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ചോദ്യമായിട്ട് ഞാൻ വെക്കുന്നത്. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ അവസാന കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ള അവസാനത്തെ സംവാദത്തിലൂടെ അവസാനിച്ചതിനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയപ്പെട്ടത് സബ്ബുൻ നുസൂലും മറ്റു ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തു. അത് ഇവിടെ ജമൽ യുദ്ധത്തിന് സൂചിപ്പിക്കുന്ന ഇങ്ങനെ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ടെന്ന് സൂചകമായിട്ടാണ്. ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യാത്ത ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സബ് രാജ്ഞി ഭരിച്ച കാലമൊക്കെ ഉണ്ട്. ഒരിക്കലും ഖുർആനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവസാനമായി കൺക്ലൂഷനിൽ പറയാനുള്ളത്, ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ തീർത്തും ഫെമിനിസ്റ്റ് ആശയങ്ങളോട് പോയിട്ടാണ്. സ്ത്രീക്ക് ലഭിക്കേണ്ടതായുള്ള സാമൂഹ്യ സേവനമാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമാവട്ടെ അഭിപ്രായ ഫ്രീഡം ആവട്ടെ. ഇപ്പോൾ അഭിപ്രായ ഫ്രീഡം നമുക്ക് കാണാം. അൻസാരിയായ സ്ത്രീ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അവരുടെ ആ പ്രശ്നം ഫുള്ള് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു അൻസാരിയായ സ്ത്രീ വന്നിട്ട് നമുക്ക് അവയായിരിക്കും പോയി നിൽക്കാം, അതിനെക്കുറിച്ച് കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അവിടെയൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ ഹുദൈബിയ സന്ധി സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ ചില അവകാശങ്ങൾ നേരിട്ടുള്ളത്. അഭിപ്രായ പ്രകടനമായാലും വിദ്യാഭ്യാസമായാലും സാമൂഹ്യ സേവനമായാലും സാമ്പത്തിക അവകാശം ഏതായാലും അത് സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശങ്ങളും ആ മഹത്വം നൽകിക്കൊണ്ടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഫെമിനിസം, മോഡേൺ ഫെമിനിസം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ഒരു പാതയിലൂടെ പോകുന്ന രീതിയാണ് നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വഹദവൻ അൽഹംദുലില്ലാഹി ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോഡേൺ ഫെമിനിസത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് തെറ്റായ ആശയത്തിലൂടെ അത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് രണ്ടായിട്ട് ദുർബലമാവുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇസ്ലാമിക കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ തഖുല്ലാഹു ബൈന ഔലാദിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുള്ള ഒരാളോട് തന്നെയാണ്. സഹീഹുൽ മുസ്ലിമിൽ നമുക്ക് 246-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അതായത് ഒരു സ്ത്രീയെ ഒരിക്കലും അടിച്ചമർത്തിപ്പെടരുത് എന്നാണ് ഇസ്ലാമിൻ്റെ ആശയവും ഫെമിനിസ്റ്റ് ആശയവും. അതായത് ഒരു ജെൻഡറിനെ ആധുനിക ഫെമിനിസം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് അതന്നെ, ഒരു ജെൻഡറിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് എന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേതൃത്വം നൽകാൻ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് നേതൃത്വം നൽകാൻ കഴിയും. അവിടെ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നാണ് ഇസ്ലാം. അവിടെ ഇപ്പോൾ ദീന് നേതൃത്വം നൽകാൻ സ്ത്രീകൾക്ക് കഴിയും. അവിടെ ഒരാളും ഇല്ല. അവിടെ ഒരു സ്ത്രീ വന്നാലേ റെഡി ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീ തന്നെയാണ് നേതൃത്വം നൽകേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തമായ ആശയം. ഫെമിനിസം കാഴ്ചപ്പാടുകളും അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ ആരും നേതൃത്വം നൽകാനില്ല. ആ ദീന് പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മുണ്ടാതിരിക്കാൻ പറ്റൂല. അപ്പോൾ വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇത്രയും നടന്ന ചർച്ചക്കൊടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആധുനിക ഫെമിനിസവും അതുപോലെ ഇസ്ലാമിക ഫെമിനിസമൊക്കെ വന്നതോടുകൂടി ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ അത് കോട്ടം തട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടുകളിൽ സ്ത്രീകൾക്ക് അവകാശം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും അവർക്ക് സ്ത്രീകൾക്ക് പൂർണ്ണമായി അവകാശങ്ങൾ നൽകുന്നില്ല. ആധുനിക ഫെമിനിസത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ അവകാശം നൽകുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിൽ നൽകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആധുനിക ഫെമിനിസം ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ദുർബലമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ നമ്മുടെ ചർച്ചകൾ അവസാനിക്കാനിരിക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, അതായത് ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത് ഇസ്ലാമേതര ഒരു രാജ്യങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ടായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് രണ്ടാണെന്നും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സ്ത്രീകൾക്ക് നൽകുന്നത് സമത്വമല്ല, നീതിയാണ്. അവരുടെ ബയോളജിക്കൽ പരമായിട്ടും അവർക്ക് സമൂഹത്തിൽ നൽകേണ്ടവരായിട്ടും കാര്യങ്ങളാണ് നൽകുന്നത്. എന്നാൽ ആധുനിക ഫെമിനിസം നൽകിക്കൊണ്ടിരിക്കുന്നത് പുരുഷന് എന്താണോ നൽകുന്നത് അതിലുപരി അല്ലെങ്കിൽ പുരുഷന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീക്ക് നൽകണം എന്നുള്ള രീതിയിലാണ് ആധുനിക ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ആമിന മൗദൂദി എന്ന ഫെമിനിസ്റ്റ് എഴുതിയ ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, നമുക്ക് ഖുർആനോട് നോ പറയാൻ കഴിയണമെന്ന്. അതിന് കാരണം അവർ ഖുർആൻ എന്ന് പറയുന്നത് പുരുഷാധിപത്യ രീതിയിൽ അവർ അതിനെ വ്യാഖ്യാനിക്കുകയും ഈ സ്ത്രീകൾക്ക് എതിരായിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അതിനെതിരെ നമുക്ക് നോ പറയാൻ കഴിയുമെന്ന രീതിയിലും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്ലാമിന് വിള്ളലേൽപ്പിച്ചു എന്ന രീതിയിലാണ് ഇതിനെ അവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആധുനിക ഫെമിനിസം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ വിള്ളലേൽപ്പിച്ചിട്ട് ഉണ്ട് എന്നതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ നമ്മൾ ഈ വാദം അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ജെൻഡർ റോൾസ്, അതായത് ജെൻഡർ ഫ്ലൂയിഡിറ്റി, അതുപോലെ തന്നെ ഒരു ഫാമിലി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫാമിലിയൊക്കെ പൊളിച്ചെഴുതി പകരം ലിവിങ് ടുഗദർ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള വാദങ്ങളൊക്കെ റാഡിക്കലായിട്ട് മുന്നോട്ട് വന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നതൊക്കെ ഇസ്ലാമിൽ പ്രധാനമായിട്ടും 2 ജെൻഡറാണുള്ളത്. മൂന്നാമത് ജെൻഡർ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നുള്ളൊരു സമാന അർത്ഥമുള്ള ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വലിയ വാദങ്ങൾ മോഡേൺ ഫെമിനിസത്തിൻ്റെ ഭാഗത്തുനിന്ന് വാദിക്കുമ്പോൾ ഇസ്ലാം അതിനൊക്കെ ഉൾക്കൊള്ളാൻ ഉതകുന്ന രീതിയിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മോഡേൺ ഫെമിനിസം ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിനെ അത് കാർന്നു തിന്നും. പ്രത്യേകിച്ച് ഇസ്ലാമിനെ അത് ബാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദിനെ എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡിബേറ്റ് താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ്. ഫെമിനിസം എന്ന വലിയൊരു ആശയം ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. സ്വാഭാവികമായിട്ട് 2 പക്ഷവും അവരുടേതായ രീതിയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പിനെ കാലികമായിട്ട് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതൊക്കെ ഒരുപാട് ആ വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഏരിയകളാണ്. പലപ്പോഴും ഇതിൻ്റെ വേവ്സുകൾ നടക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ വ്യത്യസ്ത സ്റ്റേജുകൾ നടക്കുമ്പോഴൊക്കെ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആശയമാണ്
അവർക്ക് അനുകൂലമായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്നതൊക്കെ അതൊരു വശത്ത് നിൽക്കുമ്പോൾ, മറ്റൊന്ന് പിന്നെ ഈ ഫെമിനിസം എന്ന ഒരു ഐഡിയോളജി, അത് ഇസ്ലാമിക് ഫെമിനിസം ആണെങ്കിലും അല്ലെങ്കിലും, ആ ഫെമിനിസം പിന്നെ വളർന്നു വരാനുണ്ടായ സാഹചര്യം, അതിൽ നിന്ന് വഴുതി മാറിയിട്ട് ഈ ഐഡിയോളജിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതിൽ നമ്മുടെ പുരുഷന്മാർ വഹിക്കുന്ന റോള് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റോള് എന്തെങ്കിലും ഉണ്ടോ എന്നത് മറുവശത്ത് ചിന്തിക്കേണ്ട ഏരിയയാണ്. അപ്പോൾ പലപ്പോഴും രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യം മതത്തിന്റെ പ്രാമാണികത അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഖുർആൻ സുന്നത്തുകളും പലപ്പോഴും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അവര് അനുഭവിക്കുന്ന അനീതി, ആ നീതികേടുകൾ, അതിന് എത്രത്തോളം സൊസൈറ്റി ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുണ്ട്, അതിനെന്താണ് മറുമരുന്ന് കാണേണ്ടത് എന്നൊക്കെ നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടതാണ്. എന്തായാലും സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ചകൾ തുടരാം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.